St. Jose Central School is more than a school. It's a place where ambitions get roots, ideas get wings. Together, we start the journey to success. St. Jose Central School. യുണൈറ്റഡ് ബെന്തകോസ്റ്റ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചേലക്കര ഐക്യ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചേലക്കര കരുൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണോദ്ഘാടനം ചെയ്തു. ചിലപ്പോൾ നമ്മൾ അറിയാതെ പെട്ടുപോകുന്നതായിരിക്കാം. അങ്ങനെയുള്ള നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ രക്ഷിതാക്കളെ അറിയിക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ അറിയിക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ അറിയിക്കുക. അങ്ങനെ നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാനും അറിഞ്ഞ കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളോടെങ്കിലും പറഞ്ഞുകൊണ്ട് ലഹരി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏറ്റവും താഴെ തട്ടിലാണ് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളാകുമ്പോൾ നമ്മളാരും അവരെ ശ്രദ്ധിക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കുട്ടികളാണ് കൂടുതലുള്ളത് കൊണ്ട് ആൺകുട്ടി എന്നോ പെൺകുട്ടി എന്നോ ഒന്നും വ്യത്യാസമില്ലാണ്ടാണ് ഇന്നത്തെ കാലത്ത് ലഹരി പടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു തലത്തിൽ സന്തോഷം തോന്നുമ്പോൾ മറുതലത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പഠിച്ച് മെഡിക്കൽമാരാവാൻ നമുക്ക് പഠനത്തിന് എല്ലാവിധ സൗകര്യം. എനിക്കൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു നല്ല പുസ്തകം നമുക്കുണ്ടാവില്ല. അതായത് ചേച്ചിയുടെ കഴിഞ്ഞ്, ഏട്ടൻ്റെ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഒരു വലിയച്ഛൻ്റെ മോൻ്റെ കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് നാലാമത്തേക്കായിരിക്കും നമുക്ക് പുസ്തകം കിട്ടുക. ആ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും അതിൻ്റെ ഫ്രണ്ട് പേജും അല്ലെങ്കിൽ ഒന്നാമത്തെ പാടമൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അതുപോലെ മഴക്കാലമാണെങ്കിൽ അതെ, നമ്മൾക്ക് ഒരു ഡ്രസ്സ് കഴിഞ്ഞ് വേറൊരു ഡ്രസ്സ് നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ അലമാര തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ UPF പ്രസിഡന്റ് പാസ്റ്റർ ഡേവിഡ് T. എബ്രഹാം അധ്യക്ഷത വഹിച്ചു. UPF സെക്രട്ടറി പാസ്റ്റർ ജെറി ജോൺ, ട്രഷറർ VJ ജോൺ, രക്ഷാധികാരി രാജു എബ്രഹാം, പ്രകാശ് മാത്യു, സ്റ്റാൻലി K. സാമുവൽ എന്നിവർ പ്രസംഗിച്ചു. നിരവധി പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നത്തെ ചാരിറ്റി പ്രവർത്തനത്തിനായി സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നിവിടെ ഗസ്റ്റായിട്ട് കടന്നു വന്ന പത്മജം, മറ്റ് അധ്യക്ഷൻ, മറ്റ് സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാം UPFിൻ്റെ പേരിൽ ആശംസകൾ അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവങ്ങൾക്കും മറ്റ് ആൾക്കാർക്കും കുട്ടികൾക്കും എല്ലാം ദൈവനാമത്തിൽ ആശംസകൾ അറിയിക്കുന്നു. അവസ്ഥയാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ ലക്ഷ്യം. കാരണം നമ്മുടെ സമൂഹത്തിൽ അനേക ആളുകൾ സ്കൂൾ തലങ്ങൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഇന്ന് ലഹരിക്ക് അടിമയായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവസ്നേഹത്തിലേക്ക്, ദൈവത്തിലേക്ക് മടങ്ങി വരിക, അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. കുടുംബങ്ങൾക്കകത്ത് സന്തോഷമുണ്ടാകണം. അനേക കുടുംബങ്ങൾ തകർന്ന് ശൂന്യമായി കിടക്കപ്പെടുന്ന അനുഭവത്തിൻ്റെ നടുവിൽ ഇവിടുത്തെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റിന്റെ പ്രവർത്തന ഫലമായി അനേക ആളുകൾ മദ്യപാനം ഉപേക്ഷിച്ച്, ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച്. ന്യൂസ് ഡെസ്ക് CCV.